ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യൻ SSC CGL 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു എക്സാമിനേഷൻ്റെ ഫുൾ മാർക്ക് 500 എ 25% സ്കോർ 25% മോർ ദാൻ ബി സ്കോർഡ് 60% മോർ ദാൻ സി ആൻഡ് സി സ്കോർഡ് 20% ലെസ് ദാൻ ഡി. അപ്പോൾ ഞാൻ ആദ്യം എ ബി സി ഡി എന്ന് പറഞ്ഞെടുക്കുവാണ്. ദെൻ എ സ്കോർഡ് 25% മാർക്ക് മോർ ദാൻ ബി. 25%-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ എത്ര വരുന്നത്? 1/4. അതിനർത്ഥം ബി 4 അതിനേക്കാളും 1 കൂടുതലായിട്ട് 5 ആയിരിക്കും എ സ്കോർ ചെയ്യുന്നത്. ഇതായിരിക്കും A:B റേഷ്യോ വരുന്നത്. 25% മോർ ദാൻ ബി. ദെൻ ബി സ്കോർഡ് 60% മോർ ദാൻ സി. 60% കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ 3/5 ആണ്. അതായത് സി 5 സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ബി 8 ആയിരിക്കും സ്കോർ ചെയ്യുന്നത്. എൻ്റെ കൂടെ 3 കൂട്ടി. സി സ്കോർഡ് 20% ലെസ് ദാൻ ഡി. 20% കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ 1/5 ആണ്. അതായത് ഡി 5 സ്കോർ ചെയ്യുമ്പോൾ അതിനേക്കാളും 1 കുറച്ച് 4 ആയിരിക്കും ആര് സ്കോർ ചെയ്യുന്നത്? സി സ്കോർ ചെയ്യാൻ പോകുന്നത്. ഇനി കമ്പൈൻഡ് റേഷ്യോ എടുക്കുക. കമ്പൈൻഡ് റേഷ്യോ എടുക്കാനായിട്ട് ഈ വേക്കൻ്റ് ആയ സ്പേസിലോട്ട് ഇവിടെ 4 കൊടുക്കുക, ഇവിടെയാണെങ്കിൽ 5 കൊടുക്കുക, ഇവിടെയാണെങ്കിൽ ഈ 8 കൊടുക്കുക, ദെൻ 4 കൊടുക്കുക, 4 കൊടുക്കുക. ഇനി എയിൻ്റെ കണ്ടുപിടിക്കാനായിട്ട് താഴോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ബീൻ്റെ കണ്ടുപിടിക്കാനായിട്ട് താഴെ, സീൻ്റെ താഴെ, അങ്ങനെ അങ്ങനെ. കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ എലിമിനേറ്റ് ചെയ്യാം. ഞാനിതിങ്ങനെ കട്ട് ചെയ്യുവാണ്. എല്ലായിടത്തും 4 ഉണ്ട്, സോ അത് കട്ട് ചെയ്യുന്നു. എ 40 വരും, ബി 32 വരും, സി 20 വരും, ഡി 25 വരും. ഇതായിരിക്കും A:B:C:D. എയ്ക്കും ബിക്കും സിക്കും ഡിക്കും കിട്ടിയ മാർക്കിൻ്റെ റേഷ്യോ. ഇനി എ സ്കോർഡ് 80% മാർക്ക്. എ 80% മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ സി എത്ര കിട്ടിയെന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പോൾ ഞാനിത് റേഷ്യോയിൽ തന്നെ ഇക്വേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. 40 കറസ്പോണ്ടിങ് ആയിട്ട് 80 പെർസെൻറ്റേജിൽ. സോ ഇൻറ്റു 2 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡി ആണ്. അതായത് 25-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഇൻറ്റു 2 ചെയ്യുക, 50%. ഓക്കെ, അല്ലാതെ നമുക്ക് മാർക്ക് കണ്ടുപിടിച്ചിട്ട് പിന്നെ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇതായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്.